നമ്മളിന്ന് നോക്കുന്നത് സിനോണിംസ് ആണ്. പുതിയ പാഠപുസ്തകത്തിലെ സിനോണിംസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത്തവണ മാറിയ പാഠപുസ്തകത്തിലുള്ള സിനോണിംസ് ആണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ വേർഡാണ് സെൻഷുർ. സെൻഷുർ എന്നാൽ ക്രിറ്റിസിസം എന്നാണ്. സെൻഷുർ മീൻസ് ക്രിറ്റിസിസം, കുറ്റം ചുമത്തുക. നമ്മൾ ഒരാളിൽ കുറ്റമൊക്കെ ചുമത്തി കൊടുക്കുക അല്ലെങ്കിൽ കുറ്റം ആരോപിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ സെൻഷുർ മീൻസ് ക്രിറ്റിസിസം, കുറ്റം ചുമത്തുക എന്നർത്ഥത്തിൽ പറയുന്നു. രണ്ടാമത്തെ വാക്കാണ് ഡിസ്പെൽ. ഡിസ്പെൽ മീൻസ് ടു എലിമിനേറ്റ്, അകറ്റി നിർത്തുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നർത്ഥത്തിലാണ് പറയുന്നത്. ഡിസ്പെൽ മീൻസ് ടു എലിമിനേറ്റ്. ഒന്നാമത്തെ വാക്ക് സെൻഷർ, ക്രിറ്റിസിസം. രണ്ടാമത്തെ വാക്ക് ഡിസ്പെല്, ടു എലിമിനേറ്റ്. മൂന്നാമത്തെ വാക്കാണ് ഇൻട്രിഗേറ്റ്. ഇൻട്രിഗേറ്റ് മീൻസ് വെരി കോംപ്ലക്സ്. ഇൻട്രിഗേറ്റ് മീൻസ് വെരി കോംപ്ലക്സ്. നമ്മൾ പറയില്ലേ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലുള്ളത് അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ളത് എന്നർത്ഥത്തിൽ പറയുന്നു. അതിൻ്റെ മലയാളമാണ് കുഴഞ്ഞു മറിഞ്ഞത് അല്ലെങ്കിൽ സങ്കീർണമായത് എന്നർത്ഥത്തിൽ പറയുന്നു. അപ്പോൾ മൂന്നാമത്തെ വാക്കാണ് ഇൻട്രിഗേറ്റ്, വെരി കോംപ്ലക്സ്. മലയാളം എങ്ങനെ പറഞ്ഞു? കുഴഞ്ഞു മറിഞ്ഞത് അല്ലെങ്കിൽ വെരി സങ്കീർണമായത് എന്നർത്ഥത്തിൽ പറയുന്നു. അടുത്ത വാക്കാണ് മിസ്ഗിവിങ്സ്. മിസ്ഗിവിങ്സ് മീൻസ് ഡൗട്ട്, സംശയം അല്ലെങ്കിൽ ആശങ്ക എന്നർത്ഥത്തിൽ പറയുന്നു. മിസ്ഗിവിങ്സ് മീൻസ് ഡൗട്ട് അല്ലെങ്കിൽ ആശങ്ക, സംശയം എന്നൊക്കെ അർത്ഥത്തിൽ പറയുന്നു. അടുത്ത വാക്കാണ് റീജോയ്സ്. റീജോയ്സ് മീൻസ് ഹാപ്പിനെസ്, സന്തോഷം എന്നർത്ഥത്തിൽ പറയുന്നു. റീജോയ്സ്, ഹാപ്പിനെസ്. ഒന്നും കൂടെ, സെൻഷർ മീൻസ് ക്രിറ്റിസിസം, ഡിസ്പെൽ മീൻസ് ടു എലിമിനേറ്റ്, ഇൻട്രിഗേറ്റ് മീൻസ് വെരി കോംപ്ലക്സ്, മിസ്ഗിവിങ്സ് മീൻസ് ഡൗട്ട്, റീജോയ്സ് മീൻസ് ഹാപ്പിനെസ്. അടുത്താണ് മാനുസ്ക്രിപ്റ്റ്. മാനുസ്ക്രിപ്റ്റ് മുമ്പേയുള്ള വാക്കാണ്. മാനുസ്ക്രിപ്റ്റ് മീൻസ് ഹാൻഡ് റിട്ടൺ വർക്ക്. നമ്മൾ കൈയെഴുത്ത് എന്നൊക്കെ പറയില്ലേ, ഹാൻഡ് റിട്ടൺ വർക്ക്, കൈയെഴുത്ത് എന്നർത്ഥത്തിൽ പറയുന്നു. മാനുസ്ക്രിപ്റ്റ് മീൻസ് റിട്ടൺ അല്ലെങ്കിൽ റിട്ടൺ ഫോം എന്ന് പറഞ്ഞാലും മതി, നമ്മൾ എഴുതുന്നത്, എഴുതി ഫലിപ്പിക്കുന്നത്. ഹാൻഡ് റിട്ടൺ വർക്ക്, കൈയെഴുത്ത് പ്രതീതി എന്നൊക്കെ പറയില്ലേ, കൈയെഴുത്ത്, അതാണ് മാനുസ്ക്രിപ്റ്റ്. അടുത്താണ് ത്രോങ്സ്. ത്രോങ്സ് മീൻസ് ക്രൗഡ് എന്നാണ്, ആൾക്കൂട്ടം, ആൾത്തിരക്ക് എന്നർത്ഥത്തിൽ പറയുന്നു. ത്രോങ്സ് മീൻസ് ക്രൗഡ് അല്ലെങ്കിൽ ആൾക്കൂട്ടം എന്നർത്ഥത്തിൽ പറയുന്നു. അടുത്താണ് കഞ്ചറർ. കഞ്ചറർ മീൻസ് മെജീഷ്യൻ. കഞ്ചറർ മീൻസ് മെജീഷ്യൻ അല്ലെങ്കിൽ മന്ത്രവാദി എന്നർത്ഥത്തിലാണ് പറയുന്നത്. കഞ്ചറർ മീൻസ് മെജീഷ്യൻ എന്നാണ്. എന്നാൽ കഞ്ചർ എന്ന് പറഞ്ഞാൽ CONJUR, കഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ക് എന്നാണ് അർത്ഥം. കഞ്ചർ മീൻസ് തിങ്ക്, CONGURE, CONG അല്ല JURE. അപ്പോൾ CONJURE കഞ്ചറർ. കഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ക് എന്നാണ്. ഇവിടെ കഞ്ചറർ എന്ന് പറഞ്ഞാൽ മെജീഷ്യൻ, മന്ത്രവാദി എന്നാണ്. CONJURER കഞ്ചറർ മീൻസ് മെജീഷ്യൻ. എന്നാൽ CONJURE കഞ്ചർ മീൻസ് തിങ്ക്, ആലോചിക്കുക എന്നർത്ഥത്തിലാണ് പറയുന്നത്. അടുത്താണ് അറ്റ് എ സ്നെയിൽസ് പേസ്. അറ്റ് എ സ്നെയിൽസ് പേസ്, അതൊരു ഇഡിയമാണ്. അറ്റ് എ സ്നെയിൽസ് പേസ് എന്നാൽ മൂവിങ് വെരി സ്ലോലി, വളരെ സാവധാനം നടന്നു നീങ്ങുക, അതൊരു ഇഡിയമാണ് കേട്ടോ. അറ്റ് എ സ്നെയിൽസ് പേസ് എന്നാൽ മൂവിങ് വെരി സ്ലോലി, മൂവിങ് വെരി സ്ലോലി എന്നാണ് അർത്ഥമാക്കുന്നത്. അതൊരു ഇഡിയമാണ്, ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ, പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അറ്റ് എ സ്നെയിൽസ് പേസ് മീൻസ് മൂവിങ് വെരി സ്ലോലി, അതൊരു ഇഡിയമാണ്. ഇഡിയം ഓർമ്മയിലിരിക്കുക, ഇഡിയമാണ്. അടുത്തത് ക്രാംഡ്. ക്രാംഡ് മീൻസ് ക്രൗഡഡ് അല്ലെങ്കിൽ ഫിൽഡ് എന്നാണ്. ക്രാംഡ് മീൻസ് ക്രൗഡഡ് അല്ലെങ്കിൽ ഫിൽഡ്. ഇത് നമ്മൾ പറഞ്ഞ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലുള്ളത് എന്നാണ് എൻ്റെ മലയാളം കേട്ടോ. ക്രാംഡ് മീൻസ് ക്രൗഡഡ് അല്ലെങ്കിൽ ഫിൽഡ്, നിറഞ്ഞു കവിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഓഡിറ്റോറിയം ഒക്കെ ക്രാംഡ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു എന്നർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ, സെൻഷർ മീൻസ് ക്രിറ്റിസിസം, ഡിസ്പെൽ മീൻസ് ടു എലിമിനേറ്റ്, ഇൻട്രിഗേറ്റ് മീൻസ് വെരി കോംപ്ലക്സ്, മിസ്ഗിവിങ്സ് മീൻസ് ഡൗട്ട്, റീജോയ്സ് മീൻസ് ഹാപ്പിനെസ്, മാനുസ്ക്രിപ്റ്റ് മീൻസ് ഹാൻഡ് റിട്ടൺ വർക്ക്, ത്രോങ്സ് മീൻസ് ക്രൗഡ്, അതേപോലെ കഞ്ചറർ മീൻസ് മെജീഷ്യൻ, അറ്റ് എ സ്നെയിൽസ് പേസ് മീൻസ് മൂവിങ് വെരി സ്ലോലി, അതൊരു ഇഡിയോ ആണ്. ക്രാംഡ് മീൻസ് ക്രൗഡഡ് അല്ലെങ്കിൽ ഫിൽഡ് അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞത്.